ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഡേ 4 ക്വസ്റ്റ്യന് ആൻസറുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ സ്ക്വയേഴ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഡെസിമൽ നമ്പറുള്ള സംഖ്യേൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുന്നതെന്ന്, അല്ലേ, ദശാംശ സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ കാണുന്നതെന്ന്. അതായത് ഇപ്പോൾ 2.1 എന്നാണ് ആ സംഖ്യ എന്നുണ്ടെങ്കിൽ അതിൻ്റെ വർഗ്ഗം കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ 2 പ്ലസ് 0.1 എന്ന രീതിയിലോട്ട് നമ്മളതിനെ മാറ്റുന്നു. ഓക്കെ, അതായത് പോയിൻറ്റിന് മുമ്പുള്ള സംഖ്യ പ്ലസ് ശേഷമുള്ള സംഖ്യ. ഇവിടെ പോയിൻറ്റിന് മുമ്പ് 2 ആണ്, അതുകൊണ്ട് 2 പ്ലസ് പോയിൻറ്റിന് ശേഷം 0.1 വരുന്നത്, അല്ലേ. 0.1 എന്നുള്ളതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, 0.1 എന്ന് കൊടുക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു പോയിൻ്റ് ഉണ്ട് എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടും, പിന്നെ അവിടെയുള്ള നമുക്കറിയാം ഒരു ഹോൾ നമ്പറും ഒരു ഡെസിമൽ നമ്പറും ചേർന്നതാണ് ഒരു ദശാംശ സംഖ്യ എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ അവിടെയുള്ള ഹോൾ നമ്പർ 1 ആണെങ്കിൽ നമ്മൾ 1.1 എന്ന് എഴുതും, അല്ലേ. ഇവിടെ 2.1 ഇപ്പോൾ ഹോൾ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. പക്ഷേ 0.1 എന്ന് മാത്രം പറയുമ്പോൾ അവിടെ എന്താ വരുന്നുള്ളൂ, 0 മാത്രമേ വരുന്നുള്ളൂ. നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട്. സോ നമ്മളിതിന് 2.1 2 പ്ലസ് 0.1 എന്ന് എഴുതും. എന്നിട്ട് നമ്മളിതിനെ എങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ 2ൻ്റെ വർഗ്ഗം കാണുന്നു, 2ൻ്റെ വർഗ്ഗം പ്ലസ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ തമ്മിൽ ഗുണിക്കുന്നു, അല്ലേ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, രണ്ടാമതായിട്ട് രണ്ടാമത്തെ സംഖ്യയുടെ വർഗ്ഗം കാണുന്നു, 0.1ൻ്റെ വർഗ്ഗം പ്ലസ്, ഇനി എന്ത് ചെയ്യുന്നു, ഈ രണ്ട് സംഖ്യകളും തമ്മിൽ നമ്മൾ ഗുണിക്കുകയാണ്. ഏതൊക്കെയാണ് ഇവിടെ സംഖ്യകൾ, സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള രണ്ട് സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 0.1 ആണല്ലോ. യെസ്, അത് നമ്മൾ ഗുണിക്കുന്നു. അതിൻ്റെ കൂടെ ഒരാളെയും കൂടെ നമ്മൾ ഗുണിക്കുന്നുണ്ട്, ഇൻറ്റു 2. അത് കോമൺ ആയിട്ട് നമ്മൾ എല്ലാറ്റിലും ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറായി. ഇപ്പോൾ നിങ്ങൾക്കവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞു തരുന്ന സമയത്ത് 2ൻ്റെ സ്ക്വയർ പ്ലസ് ഡാഷ് എന്നാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇത്രയും മാത്രം ചെയ്താൽ മതി. ഈ സ്റ്റെപ്സ് മാത്രം എഴുതിയാൽ മതി. ഇനി നമ്മൾ അടുത്ത ഭാഗം നോക്കുമ്പോൾ ഇവിടെ 2ൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ 4 ആണ്. 4 പ്ലസ് 0.1ൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ 0.1 ഇൻറ്റു 0.1 ആണല്ലോ 0.1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0.1 ഇൻറ്റു 0.1 എന്ന് പറയുമ്പോൾ നമ്മൾ ഗുണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ സംഖ്യകളെ തമ്മിൽ ഗുണിക്കാം. അപ്പോൾ പോയിൻറ്റും 0യും ഒക്കെ ഒഴിവാക്കിയിട്ട് ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 1 ഇൻറ്റു 1 എത്രയാണ് വരുന്നത്, 1 ആണ് വരുന്നത്, അല്ലേ. ഇനി ഇവിടെ പോയിൻറ്റിന് ശേഷം എത്ര സംഖ്യകൾ വരുന്നുണ്ട് നോക്കാം. ഇവിടെ പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യ വരുന്നുണ്ട്, ഇവിടെയും പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ പോയിൻറ്റിന് ശേഷം ഈ 1 പ്ലസ് 1 രണ്ട് സംഖ്യകൾ വരണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൗണ്ട് ചെയ്യണം. ഇങ്ങോട്ടേക്ക് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കറിയാം ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവിടെ രണ്ട് സംഖ്യകളുടെ മുന്നിലാണ് പോയിൻ്റ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുന്നു. 0.01 എന്ന് വരും. ഓക്കെ, അപ്പോൾ 0.01 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 4 പ്ലസ് 0.01 എന്ന് വരും. ഇനി അടുത്തത് പ്ലസ് 2 ഇൻറ്റു 0.1 ഇൻറ്റു 2 ആണ്, അല്ലേ. 2 ഇൻറ്റു 0.1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 തന്നെയാണ്, അല്ലേ. പോയിൻ്റൊക്കെ ഒഴിവാക്കുക കേട്ടോ, പോയിൻറ്റും 0യൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മളതിനെ ഗുണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2 ആണ്. 2 ഇൻറ്റു 2 വീണ്ടും എന്ത് വരുന്നു, 4 വരുന്നു, അല്ലേ. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ആൻസർ വരുന്നത് 4 ആണ്. ഇനി ഇവിടെ നോക്കുക, ഓരോന്നിലും പോയിൻറ്റിന് ശേഷം എത്ര സംഖ്യകൾ വരുന്നുണ്ട്. അപ്പോൾ 2ൽ നമുക്ക് വരുന്നില്ല, 0.1ലാണ് പിന്നെ വരുന്നത്, അടുത്ത 2ലും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് നമ്പർ മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. സോ നമുക്ക് വരുന്നത് 0.4 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇതിനെ ആഡ് ചെയ്യണം, അല്ലേ. അപ്പോൾ ഇവിടെ പോയിൻ്റുള്ള, അതായത് ദശാംശ സംഖ്യകളെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ സംഖ്യകൾക്കും ദശാംശം കൊടുക്കുക. അപ്പോൾ 4ന് ദശാംശം കൊടുക്കുമ്പോൾ 4.00 എന്ന് വരും. പ്ലസ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പോയിൻറ്റുകളെല്ലാം ഒരേ ലെവലിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, 0.01 ആണല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ പോയിൻ്റ് അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി പോയിൻറ്റിന് മുമ്പുള്ള സംഖ്യനെ ഈ 4ൻ്റെ സ്ഥാനത്ത് എഴുതി, താഴോട്ട് എഴുതി. അതുപോലെ മറ്റുള്ളത് ഞാൻ അതുപോലെ അങ്ങനെ എഴുതി, 0.01. ഇനിയോ പോയിൻ്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ 0 ഇവിടെയാണ്, 0.4. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 1 4, പിന്നെയോ പോയിൻ്റ് അതേ സ്ഥാനത്ത് തന്നെയാണ് കേട്ടോ ആൻസറിലും വരുന്നത്, 4. സോ 4.41 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആൻസർ എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലേ. ആദ്യം നമ്മൾ 2.1 എന്ന് വരുന്ന സമയത്ത് 2 പ്ലസ് 0.1 എന്ന് എഴുതി. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ 2 സ്ക്വയർ പ്ലസ് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു സ്റ്റെപ്പാണ്. അതല്ല, ഇനി 4 പ്ലസ് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു സ്റ്റെപ്പാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അതായത് 4 പ്ലസ് എന്ന് പറയുമ്പോൾ അതാ ഈ ഒരു സ്റ്റെപ്പ് മാത്രമായിട്ട് വരും. അപ്പോൾ എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യാൻ പഠിക്കണം. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് 2 പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് ഡാഷ് എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങളോട് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാനാണ്, കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഈ ഒരു ഫോർമുല അവിടെ ഇപ്പോൾ നമുക്ക് എന്ത് മെത്തേഡിലാണെന്ന് പറയാം, a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന മെത്തേഡിലാണെന്ന് പറയാം. അപ്പോൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ, അതിന് നമ്മൾ എന്ത് എഴുതി, ആദ്യം ഈ എയുടെ സ്ക്വയർ എന്ന രീതിയിൽ 2ൻ്റെ സ്ക്വയർ കണ്ടു, പിന്നെ ബിയുടെ സ്ക്വയർ എന്ന രീതിയിൽ ഈ ഒരു നമ്പർ കണ്ടു.
അല്ലേ? അതിൻ്റെ വർഗ്ഗം കണ്ടു. പിന്നെ അത് തമ്മിൽ ഗുണിച്ചു. 2 ഇൻറ്റു എ ബി ആണ്. അപ്പോൾ ഈ എയും ബിയും ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു 2 കൊണ്ടും കൂടെ ഗുണിച്ചു. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് പറയാം. നമ്മൾക്കിപ്പോൾ 2.3 ആണ് വന്നിട്ടുള്ളതെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 + 0.3 എന്നാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. 2.3യുടെ സ്ക്വയർ കാണും. 2 + 0.3 എന്നാണ്. ഇനി 25 ആണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 20 + 5 എന്നാണ് എഴുതേണ്ടത്. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് പലർക്കും ഡൗട്ടുള്ള ഒരു ഭാഗമാണ്. പോയിന്റ് വരുന്ന സംഖ്യകളെയാണ് നമ്മൾ 2 + 0.3 എന്ന് എഴുതുന്നത്. പോയിന്റ് വരാത്ത 25 പോലെയുള്ള സംഖ്യകളെ നമ്മൾ 20 + 5 എന്നാണ് എഴുതുക. അതായത് 53 ആണ് വരുന്നതെങ്കിൽ 53യുടെ സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 50 + 3 എന്ന് എഴുതുന്നു. 50 + 3 ഹോൾ സ്ക്വയർ. ഇനി 5.3 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 + 0.3 എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് അത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.